Good afternoon, all of you. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വർക്കേഴ്സ് ബിഹൈൻഡ് ദ സീൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദ കമ്പോണൻസ് ഓഫ് ഡി ബി എം എസ്. ഡി ബി എം എസിൻ്റെ കമ്പോണൻസ്. സോ നമുക്കറിയാം ഡാറ്റാബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, കളക്ഷൻ ഓഫ് ഡാറ്റാസ് അല്ലെങ്കിൽ കളക്ഷൻ ഓഫ് റിലേറ്റഡ് ഡാറ്റാസ് അല്ലെങ്കിൽ എന്താ നമുക്ക് കളക്ഷൻ ഓഫ് ടേബിൾസ് എന്നൊക്കെ പറയാം. ഓക്കെ, ഒരുപാട് ഡാറ്റാസിൻ്റെ കളക്ഷനാണ് എന്ത്, ഒരു ഡാറ്റാബേസ്. ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം, അത് തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കി വയ്ക്കണം. ഡി ബി എം എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, സെറ്റ് ഓഫ് പ്രോഗ്രാംസ് ദാറ്റ് ആർ യൂസ്ഡ് ടു ക്രിയേറ്റ് ആൻഡ് മെയിൻറ്റെയിൻ ഡാറ്റാബേസ്. നേരത്തെ ഉണ്ടാക്കി വെച്ച ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അതുപോലെ തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെയാണ് ഡി ബി എം എസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ അതിൽ എന്തൊക്കെ കമ്പോണൻസ് ഉണ്ടെന്നാണ് ഡിസ്കസ് ചെയ്യുന്നത്. മേജറായിട്ട് 6 കമ്പോണൻസ് ആണ് വരുന്നത്. ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, ഡാറ്റ, പ്രൊസീജിയേഴ്സ്, ഡാറ്റാബേസ്, ആക്സസ് ലാംഗ്വേജ് ആൻഡ് യൂസേഴ്സ്. ഓക്കെ, അതിൻ്റെ ഒരു ഡയഗ്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോഫ്റ്റ്വെയർ, ഹാർഡ്വെയർ, ഫിഗറും ഓക്കെ എന്നൊക്കെ മനസ്സിലാവും. ഓക്കെ, സോ ഇനി ഈ 6 എണ്ണം എന്തൊക്കെയാണെന്നാണ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ ഹാർഡ്വെയർ. ഹാർഡ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. ഹാർഡ്വെയർ എന്ന് കേൾക്കുമ്പോൾ തന്നെ എന്താ, നമുക്ക് ടച്ച് ചെയ്യാനും കാണാനൊക്കെ പറ്റുന്ന കമ്പോണൻസിനെയാണ് ഹാർഡ്വെയർസ് എന്ന് പറയുന്നത്. നമ്മൾ ചെറിയ ക്ലാസ് മുതലേ കേൾക്കുന്നതാണ് അല്ലേ. ഹിയർ നമ്മൾ ഹാർഡ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം വി മീൻ കമ്പ്യൂട്ടർ, ഹാർഡ് ഡിസ്ക്, IO ചാനൽസ് ഫോർ ഡാറ്റ ആൻഡ് എനി അതർ ഫിസിക്കൽ കമ്പോണൻറ്റ് ഇൻവോൾവ്ഡ് ബിഫോർ എനി ഡാറ്റ ഈസ് സക്സസ്ഫുള്ളി സ്റ്റോർഡ് ഇൻ ടു ദ മെമ്മറി. ഹാർഡ്വെയർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ല. എന്തൊക്കെ ഹാർഡ്വെയർസ്, മൊഡ്യൂൾസ് വരും, കീബോർഡ്, മൗസ് കാര്യങ്ങൾ, അതുപോലെ തന്നെ ഹാർഡ് ഡിസ്ക്, ഇൻപുട്ട് ഔട്ട്പുട്ട് ചാനൽസ്, ഇതെല്ലാം എന്തിൽ വരും, ഹാർഡ്വെയർ. ഇത് ഡാറ്റാബേസ് ഡി ബി എം എസിൻ്റെ ഒരു കമ്പോണൻ്റ് ആണ് അല്ലേ. സോ രണ്ടാമത്തത് സോഫ്റ്റ്വെയർ. സോഫ്റ്റ്വെയർ എന്താ, നമുക്ക് ടച്ച് ചെയ്യാനോ അല്ലെങ്കിൽ കാണാനോ പറ്റാത്ത ഇതാണ്, നമുക്കറിയാം. ഓക്കെ, സോ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഈസ് ദ പ്രോഗ്രാം വിച്ച് കൺട്രോൾസ് എവരിത്തിങ്. അതായത് ഈ സോഫ്റ്റ്വെയർസ് ആണ് എന്ത് ചെയ്യുന്നത്, എല്ലാത്തിനെയും നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. എന്ത് ആക്ടിവിറ്റി നടക്കുകയാണെന്നുണ്ടെങ്കിലും അതിനെല്ലാം കൺട്രോൾ ചെയ്യുന്നത് ആരാ, ഈ സോഫ്റ്റ്വെയർസ് ആണ്. ഓക്കെ, സോ നെക്സ്റ്റ് പോയിന്റ്, ദ ഡി ബി എം എസ് സോഫ്റ്റ്വെയർ വിച്ച് പ്രൊവൈഡ്സ് us with an easy to use interface to store, access and update data. ഈ സോഫ്റ്റ്വെയർസ് എന്തിനൊക്കെ നമുക്ക് എന്തൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ട്. നമുക്ക് ഡാറ്റാസ് സ്റ്റോർ ചെയ്യാനും അതുപോലെ തന്നെ അതിൽ നിന്ന് ആക്സസ് ചെയ്യാനും അതിലെ ഡാറ്റാസ് അപ്ഡേറ്റ് ചെയ്യാനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ഈസി ആയിട്ട് ഒരു ഇൻ്റർഫേസ് പ്രൊവൈഡ് ചെയ്തിരുന്നുണ്ട്. ഓക്കെ, then the DBMS software is capable of understanding the database access language and interpret it into actual database commands to execute them on the DB. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡാറ്റാബേസിലുള്ള ഡാറ്റാസിനൊക്കെ ആക്സസ് ചെയ്യുന്ന ലാംഗ്വേജസ്, ഡാറ്റാബേസ് ആക്സസ് ലാംഗ്വേജസ് യൂസ് ചെയ്തിട്ടാണ്. സോ നമ്മൾ ഈ ഡി ബി എം എസ് സോഫ്റ്റ്വെയർസ് ഈ ലാംഗ്വേജസിനൊക്കെ എന്താ അണ്ടർസ്റ്റാൻഡബിൾ ആണ്, അവർക്ക് അറിയാം ഏതൊക്കെയാണ് ലാംഗ്വേജസ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. സോ എന്ത് ചെയ്യും, ആൻഡ് ഇൻ്റർപ്രറ്റ് ഇറ്റ് ഇൻ ടു ആക്ച്വൽ ഡാറ്റാബേസ് കമാൻഡ്സ്. എന്നിട്ട് അതിനെ എന്താക്കും, നമ്മുടെ ആക്ച്വൽ ഡാറ്റാബേസ് കമാൻഡ്സ് ആയിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും, അത് എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, എന്താണ് നമുക്ക് വർക്ക് ചെയ്യേണ്ടതെന്നുള്ളത് എക്സിക്യൂഷൻ നടത്തും. ഓക്കെ, ദെൻ തേർഡ് വൺ, ഡാറ്റ. എന്തൊരു ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമുക്ക് നമ്മുടെ ചുറ്റുമുള്ള എന്തെങ്കിലും ഒരു ഡാറ്റ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. സോ ഡാറ്റ ഈസ് ദാറ്റ് റിസോഴ്സ് ഫോർ വിച്ച് ഡി ബി എം എസ് വാസ് ഡിസൈൻഡ്. ഡി ബി എം എസ്, നമുക്ക് ഡാറ്റ ഉണ്ടെങ്കിൽ ഈ ഡാറ്റാ ബേസോ കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ, ഇല്ലെങ്കിൽ ഡാറ്റ ഇല്ലയെന്നുണ്ടെങ്കിൽ വേണ്ട ആവശ്യമില്ല. സോ ഡാറ്റ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് എന്താ, അത് സ്റ്റോർ ചെയ്യാൻ ഡാറ്റാബേസ് ആവശ്യമാണ്. അതുപോലെ തന്നെ അതിൽ ടേബിൾസ് വേണം ഡാറ്റാസ് സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലേ. സോ ഡാറ്റ ഈസ് ദാറ്റ് റിസോഴ്സ് ഫോർ വിച്ച് ഡി ബി എം എസ് വാസ് ഡിസൈൻഡ്. ഡാറ്റ ഉള്ളതുകൊണ്ടാണ് എന്താ ഡി ബി എം എസ് അല്ലെങ്കിൽ ഡാറ്റാബേസ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ദ മോട്ടീവ് ബിഹൈൻഡ് ദ ക്രിയേഷൻ ഓഫ് ഡി ബി എം എസ് വാസ് ടു സ്റ്റോർ ആൻഡ് യൂട്ടിലൈസ് ദാറ്റ് ഡാറ്റ. അതായത്
ഡാറ്റാസ് സ്റ്റോർ ചെയ്യാനും അതുപോലെ തന്നെ അവയ്ക്ക് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മളെന്താ ഡാറ്റാബേസൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഡാറ്റയുടെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് എന്താ, വലുത് തന്നെയാണ് അല്ലേ. So in a typical database, the user saved data is present and metadata is stored. അതായത് സാധാരണ ഒരു ഡാറ്റാബേസിൽ എന്താ ഡാറ്റാസ് സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നുണ്ട്, അതുപോലെ തന്നെ അതിൽ മെറ്റാ ഡാറ്റയും എന്താണ് സ്റ്റോർഡ് ആവുന്നുണ്ട്. എന്താ ഒരു മെറ്റാ ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മെറ്റാ ഡാറ്റ മീൻസ് ഡാറ്റ എബൌട്ട് ദി ഡാറ്റ. അതായത് ഡാറ്റേനെ കുറിച്ചുള്ള ഡാറ്റേൻ്റെ വേറൊരു ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. When I store my name in the database, the DBMS will store when the name was stored in the database. സപ്പോസ് നമ്മളിപ്പോൾ ഒരു ഡാറ്റാബേസിലേക്ക് നമ്മളുടെ നെയിം സ്റ്റോർ ചെയ്യാമെന്ന് വിചാരിച്ചോ. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ പേര് ഡാറ്റാബേസിലേക്ക് സ്റ്റോർ ചെയ്തു. എൻ്റെ പേര് സ്റ്റോർ ചെയ്യുന്ന സമയത്ത് ആ പേര് മാത്രമല്ല അവിടെ സ്റ്റോർഡ് ആവുന്നത്, എന്തൊക്കെയാണ് നമ്മൾ എൻ്റെ പേര് സ്റ്റോർ ആവുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ എന്തൊക്കെ സ്റ്റോർ ആവും, വാട്ട് ഈസ് ദ സൈസ് ഓഫ് ദ നെയിം, ആ നെയിമിൻ്റെ സൈസ് എന്താണോ അത് സ്റ്റോർഡ് ആവുന്നുണ്ട്. അതുപോലെ തന്നെ ഇറ്റ് ഈസ് സ്റ്റോർഡ് ആസ് റിലേറ്റഡ് ഡാറ്റ ടു സം അതർ ഡാറ്റ. അപ്പോൾ എൻ്റെ പേര് ആ ഡാറ്റാബേസിൽ സേവ് ചെയ്യുന്ന സമയത്ത് എൻ്റെ പേര് മറ്റുള്ള വല്ല ഡാറ്റയുമായിട്ട് അത് റിലേറ്റഡ് ആയിട്ടുണ്ടോ, ഓർ ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ്, അതായത് വേറെ എന്തായിട്ടും ബന്ധമില്ലാത്തതാണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, ഇത് സ്റ്റോർ അല്ലെങ്കിൽ ഇത് കീപ്പ് ചെയ്ത് വയ്ക്കും. സോ അങ്ങനത്തെ ഡാറ്റാസിനെയാണ് ഇപ്പോൾ എൻ്റെ നെയിം, അതുപോലെ തന്നെ നെയിം മാത്രമല്ല അതിൻ്റെ ഒരു ഡാറ്റ റിലേറ്റ് ചെയ്തിട്ടുള്ള ഡാറ്റാസാണ് എന്താ അതിൻ്റെ സൈസ്, അത് മറ്റുള്ളതൊക്കെയായിട്ട് റിലേറ്റഡ് ആണോ അല്ലേ എന്നൊക്കെ ഉള്ളത്. സോ അങ്ങനത്തെ ഡാറ്റാസിനെയാണ് എന്തെന്ന് പറയുന്നത്, മെറ്റാ ഡാറ്റ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഫോർത്ത് വൺ വരുന്നത് പ്രൊസീജിയേഴ്സ്. വാട്ട് യു മീൻ ബൈ പ്രൊസീജിയർ? പ്രൊസീജിയേഴ്സ് റെഫർ ടു ജനറൽ ഇൻസ്ട്രക്ഷൻ ടു യൂസ് എ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DBMS സിസ്റ്റം നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഇൻസ്ട്രക്ഷൻസിനെയാണ് പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് ഇൻക്ലൂഡ്സ് പ്രൊസീജിയേഴ്സ് ടു സെറ്റപ്പ് ആൻഡ് ഇൻസ്റ്റാൾ DBMS. അതായത് സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണെന്ന് പറഞ്ഞു. അത് എന്തിനൊക്കെ ഉള്ളതാണ്? ഇൻസ്റ്റാൾ എ DBMS സോഫ്റ്റ്വെയർസ് ഇൻസ്റ്റാൾ ചെയ്യാൻ, ടു ലോഗിൻ ആൻഡ് ലോഗ് ഔട്ട് DBMS സോഫ്റ്റ്വെയർ, അതിലേക്ക് ലോഗിൻ ചെയ്യാനും അതുപോലെ തന്നെ ലോഗ് ഔട്ട് ചെയ്യാനും ഒക്കെയുള്ള സോഫ്റ്റ്വെയർസ്, ടു മാനേജ് ഡാറ്റാബേസിന് ഇതുപോലെ മാനേജ് ചെയ്യാൻ, ടു ടേക്കപ്പ് ബാക്കപ്സ് എടുത്തു വയ്ക്കാൻ, ജനറേറ്റിംഗ് റിപ്പോർട്ട്സ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ. ഓക്കെ, ദെൻ ഫിഫ്ത്ത് വൺ ഡാറ്റാബേസ് ആക്സസ് ലാംഗ്വേജ്. നമുക്കറിയാം ഡാറ്റാബേസ് ആക്സസ് ലാംഗ്വേജ് ഈസ് എ സിമ്പിൾ ലാംഗ്വേജ് ഡിസൈൻഡ് ടു റൈറ്റ് കമാൻഡ്സ് ടു ആക്സസ്, ഇൻസേർട്ട്, അപ്ഡേറ്റ് ആൻഡ് ഡിലീറ്റ് ഡാറ്റ സ്റ്റോർഡ് ഇൻ എനി ഡാറ്റാബേസ്. അതായത് ഡാറ്റാബേസ് ആക്സസ് ലാംഗ്വേജ്, ഈ ലാംഗ്വേജസ് യൂസ് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഈ ഡാറ്റാബേസിലുള്ള സ്റ്റോർ ചെയ്തിട്ടുള്ള ഡാറ്റാസൊക്കെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ അത് എന്തിനൊക്കെ ഉള്ള ലാംഗ്വേജസ് ആണ്? കമാൻഡ്സ് ടു ആക്സസ്, അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ആക്സസ് ചെയ്യാൻ, ഇൻസേർട്ട്, ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഡാറ്റാബേസിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവിടെ ഉള്ളതിനെ മാറ്റി നമുക്ക് അപ്ഡേഷൻ വരുത്തണം, അതിന് വേണ്ടിയിട്ട്, ആൻഡ് ഡിലീറ്റ് ഡാറ്റ, ഓൾറെഡി ഉള്ളതിനെ നമുക്ക് എന്ത് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം, അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ലാംഗ്വേജസ്, അതാണ് ഡാറ്റാബേസ് ആക്സസ് ലാംഗ്വേജ്. ദെൻ എ യൂസർ ക്യാൻ റൈറ്റ് കമാൻഡ്സ് ഇൻ ദ ഡാറ്റാബേസ് ആക്സസ് ലാംഗ്വേജ് ആൻഡ് സബ്മിറ്റ് ടു ദ DBMS ഫോർ എക്സിക്യൂഷൻ, വിച്ച് ഈസ് ദെൻ ട്രാൻസ്ലേറ്റഡ് ആൻഡ് എക്സിക്യൂട്ടഡ് ബൈ ദ DBMS. എന്ന് പറഞ്ഞാൽ നമുക്കെന്താ, യൂസറിന് കമാൻഡ്സ്, നമ്മൾ ഡാറ്റാസ് ഇൻസേർട്ട് ചെയ്യുന്നതും അപ്ഡേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ യൂസേഴ്സാണ്. സോ യൂസേഴ്സിന് എന്ത് ചെയ്യാം, കമാൻഡ്സൊക്കെ റൈറ്റ് ചെയ്യാം. അതായത് ഈ നമ്മൾ നേരത്തെ പറഞ്ഞ ഡാറ്റാബേസ് ആക്സസ് ലാംഗ്വേജസ് യൂസ് ചെയ്തിട്ട്, ആ ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, നമുക്ക് കമാൻഡ്സ് ടൈപ്പ് ചെയ്യാം. അതുപോലെ തന്നെ അതെന്ത് ചെയ്യും, ഈ DBMS എക്സിക്യൂട്ട് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, വിച്ച് ഈസ് ദെൻ ട്രാൻസ്ലേറ്റഡ് ആൻഡ് എക്സിക്യൂട്ടഡ് ബൈ ദി DBMS. അത് ട്രാൻസ്ലേറ്റ് ചെയ്യും. അതായത് നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ ചിലപ്പോൾ അത് മനസ്സിലാക്കണം എന്നില്ല. സോ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യും, മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റിയിട്ട് എന്ത് ചെയ്യും, അത് എക്സിക്യൂഷൻ ചെയ്യും. ഓക്കെ, ദെൻ യൂസർ ക്യാൻ ക്രിയേറ്റ് ന്യൂ ഡാറ്റാബേസസ്, ടേബിൾസ്, ഇൻസേർട്ട് ഡാറ്റ, ഫെച്ച്, സ്റ്റോർ ഡാറ്റ, അപ്ഡേറ്റ് ഡാറ്റ ആൻഡ് ഡിലീറ്റ് ഡാറ്റ യൂസിങ് ദ ആക്സസ് ലാംഗ്വേജ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഡാറ്റാബേസ് ആക്സസ് ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ടേബിൾസ് ക്രിയേറ്റ് ചെയ്യാം, ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാം, ഡാറ്റാസ് ഇൻസേർട്ട് ചെയ്യാം, ഫെച്ച് ചെയ്യാം, മീൻസ് അവിടുന്ന്
ഡാറ്റ എടുക്കാം, ആൻഡ് അപ്ഡേറ്റ് ആൻഡ് ഡിലീറ്റ്. ദെൻ നെക്സ്റ്റ് വരുന്നത് യൂസേഴ്സ്. 6th വൺ യൂസേഴ്സ്. യൂസേഴ്സ് ആരാ? നമ്മൾ. A typical DBMS has users with different rights and permission who used for different purposes. അതായത് യൂസേഴ്സിന് എന്താ ഒരുപാട് റൈറ്റ്സ് ഉണ്ട്. എന്തിനൊക്കെ? പെർമിഷൻ ടു യൂസ് ഫോർ ഡിഫറെൻറ്റ് പർപ്പസസ്. അവർക്ക് എന്തൊക്കെ പർപ്പസിനാണോ അവർക്ക് ഡാറ്റാബേസ് വേണ്ടത്, അല്ലെങ്കിൽ ഡാറ്റാബേസിലെ ഡാറ്റാസ് വേണ്ടത്. ഓക്കെ, അപ്പോൾ പല ആവശ്യങ്ങൾക്കായിട്ടുള്ള യൂസേഴ്സ് എന്തിലുണ്ട്? ഈ DBMS ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ട്. സോ സം യൂസേഴ്സ് റിട്രീവ് ഡാറ്റ ആൻഡ് സം ബാക്ക് ഇറ്റ് അപ്പ്. കുറച്ച് പേരെന്താ, ചില യൂസേഴ്സ് എന്ത് ചെയ്യും, അവിടുന്ന് ഡാറ്റാസ് റിട്രീവ് ചെയ്തെടുക്കും. അല്ല, ചില യൂസേഴ്സ് എന്ത് ചെയ്യും, ഡാറ്റാസിനെ അങ്ങോട്ടേക്ക് സ്റ്റോർ ചെയ്യും. ദ യൂസേഴ്സ് ഓഫ് എ DBMS ക്യാൻ ബി ബ്രോഡ്ലി കാറ്റഗറൈസ്ഡ് ആസ് ഫോളോസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ യൂസേഴ്സ്, ഡാറ്റാബേസ് യൂസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ജസ്റ്റ് ഇവിടെയും ആ കമ്പോണൻസ് പറയുമ്പോൾ നമുക്കറിയാം DBMSൻ്റെ ഒരു ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു പാർട്ട് തന്നെയാണ് യൂസേഴ്സ്. അപ്പോൾ യൂസേഴ്സ് ആരൊക്കെ വരുന്നതെന്നുള്ളത് ജസ്റ്റ് ഒന്നും കൂടെ ഡിസ്കസ് ചെയ്യുകയാണ്. ഓക്കെ.